ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? അപ്പോൾ രാവിലെ തന്നെ ഇതാ കുഞ്ഞാറ്റ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അമ്മ തേങ്ങയൊക്കെ വെട്ടിയിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതാ തേങ്ങ വെട്ടിയിടുക. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ നല്ല വിലയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉള്ള തേങ്ങ വെട്ടിയിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. ഏകദേശം ഒരു 10-80 ഉണ്ടാവുള്ളൂ കേട്ടോ. 100 തയ്ച്ചില്ല എന്നൊക്കെ പറഞ്ഞു അമ്മ. എന്നാലും വേണ്ടില്ല, എണ്ണയുടെ വില കേട്ടിട്ടുണ്ടെങ്കിൽ തീ പൊള്ളുന്ന വിലയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അതെന്തായാലും പൊളിച്ചിടാനുള്ള വെയിലത്ത് എന്ന് പറഞ്ഞിട്ട് അമ്മ അതാ തേങ്ങ പൊട്ടിക്കുകയാണ് കേട്ടോ. എല്ലാം കൊട്ടയായിരിക്കണം കേട്ടോ. അപ്പോൾ അമ്മ എന്തായാലും എന്നാൽ അതെല്ലാം കൂടി തൂമ്പ വെച്ചിട്ടും അതെല്ലാം കൂടിയിട്ട് അങ്ങനെ വെട്ടി വെയിലത്തിടുന്നുണ്ടേ. അപ്പോഴത്തേന് ഞാനിന്ന് രാവിലെ പോയിട്ട് ഒന്ന് ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. ചിക്കനൊക്കെ മേടിച്ച് റെഡിയാക്കി എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിതാ ഈ പാത്രത്തിലാണ് കേട്ടോ വെച്ചത്, ഗ്യാസിൽ. നോക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് മസാലയൊക്കെ പുരട്ടിയിട്ട് ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ഇതിലിട്ടപ്പോൾ ശരിയാവും, അല്ലെങ്കിൽ ആദ്യം നനച്ചത് എന്താണെന്നറിയാം ഇതിലൊക്കെ വെക്കുക വേവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടോ. നോക്കുമ്പോൾ എന്താ അതിൽ ഇളക്കാനും പറ്റുന്നില്ല. തീയിടുമ്പോൾ അടി പിടിക്കുക. സാധാ നമ്മുടെ കുറച്ച് റേറ്റ് കുറഞ്ഞൊരു നോൺ സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ അങ്ങനെ ഞാനിതാ ഉരുളിയിലേക്ക് മാറ്റി അടുപ്പത്ത് തന്നെ വെച്ചു കേട്ടോ. അടുപ്പത്താകുമ്പോൾ പിന്നെ പെട്ടെന്ന് വെന്തും കിട്ടും. അങ്ങനെ ഇതാ അടുപ്പത്തൊക്കെ മാറ്റി വെച്ചിട്ട് ഇതാ ഞാനിതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ടോ ചിക്കനൊക്കെ മേടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അനിയത്തിയുടെ വീട്ടിലൊക്കെ പോയപ്പോൾ അവിടെ നിന്നൊക്കെ ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അനിയത്തിയും വന്നു. പിന്നെ ഞങ്ങളിവിടെ ചിക്കൻ മേടിച്ചിട്ട് കുറച്ച് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ചിക്കൻ മേടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചിക്കനൊക്കെ പോയി മേടിച്ച് വന്നപ്പോഴാണ് രാജേട്ടൻ വിളിക്കുന്നത് കേട്ടോ. ഇന്ന് പണിയില്ലാനോ. അപ്പോൾ ഒന്ന് പണിക്ക് പോകാൻ വിചാരിച്ചിട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും ക്ഷീണമായിട്ട് പിന്നെ എല്ലാവരും വയ്യാന്ന് പറഞ്ഞ് ലീവാക്കി പറഞ്ഞു, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ എന്നാൽ അങ്ങനെ ലീവാണ് എന്ന് പറയുന്നത്. ശരി, എന്നാൽ വീട്ടിൽ ചിക്കൻ മേടിച്ചിട്ടുണ്ടെന്ന് അങ്ങോട്ട് കഴിക്കാൻ പോയ ഉച്ചയ്ക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഏട്ടൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വരുമോ എന്താണെന്ന് നമുക്കറിയില്ല, വന്നാൽ കൊണ്ടിട്ട് പോകട്ടോ. അപ്പം അങ്ങനെ ഇതാ ഞാനിതാ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ച് ഇനി കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകി വെക്കാൻ. അപ്പം അങ്ങനെ അതെല്ലാം കഴുകി വെക്കണം. അപ്പോഴത്തേന് അനിയത്തി ഇതാ വന്നിട്ട് കേട്ടോ. അനിയത്തി വന്നിട്ട് ഇതാ ഉപ്പുണ്ടോ മുളകുണ്ടോ എല്ലാം എന്താ കുറവ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അവൾ ചോദിച്ച് മനസ്സിലാക്കുക മാത്രമല്ല ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു അവളോടൊന്ന് നോക്കി വെക്കുന്നു. ചിലപ്പോൾ നമ്മളെല്ലാവരും കൂടി ഉള്ളപ്പോൾ നമുക്ക് ചിലവർക്ക് ഉപ്പുണ്ടോ മുളകുണ്ടോ ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൂടുതലുണ്ട് തോന്നും, ചിലപ്പോൾ നമുക്ക് കുറവുണ്ട് തോന്നും. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും അതൊക്കെ അടുപ്പത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വെന്ത് വരണം. അപ്പോൾ അവൾ ഇതാ ഉപ്പുണ്ടോ മുളകുണ്ടോ നോക്കിയിട്ടൊക്കെ അവൾ പറഞ്ഞു. പക്ഷേ അതിൽ ഉപ്പിൻ്റെ കുറവുണ്ട് ചേച്ചി പറഞ്ഞു. അപ്പം എന്നാൽ ഉപ്പ് ഇടുകയാണ് കേട്ടോ ചെറിയ അനിയത്തി. അപ്പോൾ അങ്ങനെ കുറേ ദിവസമായിട്ട് ഞങ്ങൾ സ്റ്റോർ റൂമിലുള്ള അലമാരയൊന്ന് മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയും. പക്ഷെ പറ്റുകയില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇരിക്കുക വലിയ അനിയത്തി വീണിട്ട് കൈയൊക്കെ പൊട്ടി. അപ്പോൾ അവൾക്ക് പിടിക്കാനോ വലിക്കാനോ എടുക്കാനോ ഒന്നിനും പറ്റില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരെന്നെ ഉള്ളൂ, പിന്നെ അമ്മയ്ക്കും വയ്യ. അപ്പോൾ അങ്ങനെ ഈ 2 മക്കളെയും കൂടി വെച്ചിട്ട് ഇനിയിപ്പോൾ എങ്ങനെ ഇത് മാറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഞങ്ങൾക്ക് തിരക്കായിരിക്കും കേട്ടോ. അവൾ വരുമ്പോഴായാലും ശരി, ഒറ്റയ്ക്ക് എന്തായാലും നടക്കില്ല. അപ്പോൾ അവൾ വരുമ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ എന്നാൽ അതെല്ലാം മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ റൂമിനകത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി എല്ലാം കൂടി റെഡിയാക്കി വെക്കുകയായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് ഈ മക്കളുടെ തിരക്കും അതുപോലെ അവർക്ക് കഴിക്കാൻ കൊടുക്കൽ, അവർക്ക് അല്ലെങ്കിൽ വേറെ ഫീഡ് ചെയ്യൽ, ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്ന് ബഹളം വെക്കും കേട്ടോ. അതൊക്കെ അവർക്ക് കുമ്പ് വേണം പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം പറയും, ചിലപ്പോൾ വാശി പിടിക്കും. പിന്നെ അവർക്ക് ഉറങ്ങൽ, കഴിക്കാൻ കൊടുക്കൽ, അങ്ങനെ എപ്പോഴും നമുക്ക് ഓരോരോ തിരക്കായിരിക്കും കേട്ടോ. നമുക്ക് എപ്പോഴും ഒന്നിനും എത്തുകയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പണി നടക്കില്ല. ചെറിയ മക്കളുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയണതല്ലേ, നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയും. അപ്പോൾ അങ്ങനെ പിന്നെ കുഞ്ഞാറ്റയ്ക്ക് പ്രത്യേകിച്ച് കുറച്ച് ദേഷ്യവും വാശിയൊക്കെ കൂടുതലാണ് കേട്ടോ അവൾക്ക്. എങ്ങനെയെങ്കിലൊക്കെ അവളെ ഒന്ന് മെരുക്കിയെടുക്കാനാണ് പണി. കുഞ്ഞാവയ്ക്ക് പിന്നെ അത്ര വാശിയില്ല കേട്ടോ. എന്നാലും പാവം അവൾ കളിച്ചോളും വയറൊക്കെ നിറഞ്ഞാൽ. പിന്നെ അവൾ എന്ത് കൊടുത്താലും കഴിക്കും കേട്ടോ കുഞ്ഞാവാൻ. അങ്ങനത്തെ ഒരു കുട്ടിയാണ് അവൾ കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ ഉള്ളിയൊക്കെ തൊലിച്ചതൊക്കെ കുറച്ച് തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുപോയി കളയണം. അപ്പോൾ അങ്ങനെ എന്തായാലും അതൊന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം കൂടി. തക്കാളി കീറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി തക്കാളി എന്തായാലും കീറണം. അപ്പോൾ ഇനി കുറച്ച് മത്തൻ്റെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ. അപ്പോൾ ചിലപ്പോൾ ഇനി അത് മത്തൻ വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ തക്കാളി ചമ്മന്തി അരയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടായിരുന്നു കേട്ടോ ചായക്ക് കടി. അപ്പോൾ അങ്ങനെ എന്നാൽ പുട്ട് കുറച്ച് രാവിലത്തെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ അതും കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ പറഞ്ഞു തക്കാളി ഞാൻ നോക്കിത്തരാം എന്നൊക്കെ പറഞ്ഞു എവിടെ. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞു വേണ്ട ഇനി കുറച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ തീരുമാനം മാറ്റിയേ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ചിക്കനൊക്കെ എന്തായാലും വാങ്ങി വെച്ചു. അപ്പോഴത്തേനും ഉച്ചയായിരിക്കുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ അലമാര മാറ്റുന്നതിൻ്റെ പ്ലാനിങ്ങും തുണികളെടുത്ത് മാറ്റുന്ന തിരക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അലമാരയിൽ നിന്ന്. അങ്ങനെ ഇതാ രാജേട്ടൻ വന്ന് കഴിക്കാൻ, അങ്ങനെ രാജേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പപ്പടം പൊരിച്ചതും അച്ചാർ, ചിക്കൻ കറി കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ കറിയൊക്കെ ആയി എല്ലാം ആയപ്പോൾ ഞാൻ കുറച്ച് കുടിക്കാനുള്ള വെള്ളം അതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
എന്താ വെച്ചാൽ എപ്പോഴും ഇവിടെ ചൂടുവെള്ളം വേണം മക്കളുള്ളപ്പോൾ. അങ്ങനെ അച്ഛനും മോളും ഒക്കെ കഴിക്കൽ കഴിഞ്ഞു, ഏട്ടൻ പോയി കേട്ടോ. അപ്പോൾ ഇതാ അനിയത്തി ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ടി വിയും കണ്ട് കാർട്ടൂണൊക്കെ കണ്ടിട്ടാണ് കേട്ടോ അവള് കഴിക്കുന്നത്. അങ്ങനെ അതൊക്കെ തിരക്ക് കഴിഞ്ഞു. ഇതാ ഒരാൾ ഉറങ്ങിയെന്നൊക്കെ വിചാരിച്ച് കുറച്ച് നേരം ഉറങ്ങിട്ടോ. എവിടെ കുഞ്ഞാറ്റ അപ്പം തന്നെ എണീച്ച് പോന്നിരിക്കുന്നു കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവളും ഒച്ചിട്ടുണ്ടെങ്കിൽ അവളും എണീക്കും, അവളും ഒച്ചിട്ടുണ്ടെങ്കിൽ ഇവളും എണീക്കും. കാരണം രണ്ടുപേർക്കും ഒരേ ടൈമിൽ ഉറക്കമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും വാശി പിടിച്ച് ഒച്ചത്തിൽ വർത്താനം പറയും. കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ പിന്നെ ചെറിയൊരു ഈർക്കളി വീണ ശബ്ദം പോലും കേൾക്കാൻ പറ്റില്ല കേട്ടോ, അങ്ങനത്തെ ഒരാളാണേ. അങ്ങനെ അവള് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടോ, ഒരു കിളിക്ക് പോലും ചലയ്ക്കാൻ പറ്റില്ല, ഒരു കാക്ക കരയാൻ പറ്റില്ല, അപ്പം എണീക്കൂട്ടോ കുഞ്ഞാറ്റ. കുഞ്ഞാവയാണെങ്കിൽ പിന്നെ എന്ത് ബഹളാണെങ്കിലും ശരി, പടക്കം പൊട്ടിച്ചാലും ശരി കേട്ടോ, അവള് പിന്നെ അങ്ങനെ ഉറങ്ങിക്കോളും. അങ്ങനെ അവൾക്ക് മതിയാവോളം ഉറങ്ങിയിട്ടാണ് കേട്ടോ കുഞ്ഞാവ് എണീക്കുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾ ആ തിരക്കുകളൊക്കെ കഴിഞ്ഞ് മക്കളത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ. അപ്പം അതിനിടയ്ക്ക് ഞങ്ങളിതാ ഒരു വിധം ആ അലമാരത്തെ തുണികളൊക്കെ പുറത്ത് മാറ്റി ഹാളത്തെ കട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കേട്ടോ. അതൊക്കെ കൊണ്ടുവന്നിട്ടതിന് ശേഷം എന്താ അലമാരയൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. എന്തായാലും ആ റൂമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും കട്ടിലൊക്കെ കുറച്ച് ഫ്രണ്ടിക്കൊക്കെ കയറ്റിയിട്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അടി നില ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര പൊടിയാണ് കേട്ടോ. അപ്പോൾ പൊടി നമ്മൾ അടിച്ച് കോരുന്തോറും വീണ്ടും വീണ്ടും വരും കേട്ടോ. അങ്ങനെ അതാ കട്ടിലൊക്കെ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ അപ്പുറത്തിരിക്കണ സ്റ്റോർ റൂമിലിരിക്കണ അലമാരയൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടേ ഈ റൂമിക്ക് മാറ്റാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അത് ഇങ്ങോട്ട് മാറ്റിയിട്ടോ. ഞങ്ങൾ രണ്ടാളും മുക്കി പോരണ്ട്, ഞാനും അനിയത്തിയും കൂടിയിട്ടോ. ഇനിയിപ്പോൾ അതാ ഈ തുണികളൊക്കെ ഇനി അതിലേക്ക് വെക്കണം കേട്ടോ. ഇതാണ്ടോ തുണികളൊക്കെ അതിൽ വെച്ചിരിക്കുകയാണ്. ഇനി അതെല്ലാം അങ്ങോട്ട് അടുക്കി പെറുക്കി അങ്ങോട്ട് വെക്കണം. അപ്പം ഇതിന് ചായ വെച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ബഹളാട്ടോ, പുറത്ത് മഴ പെയ്യുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര വഴക്ക്, ഉന്തും തള്ളും പിച്ചും നുള്ളലൊക്കെ ആയിട്ട് എല്ലാരും പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് ഇതാ വന്നിരിക്കാം. പുറത്ത് നല്ല മഴ കേട്ടോ. അമ്മയാണെങ്കിലൊന്ന് ഉച്ചയ്ക്ക് തേങ്ങ പൊളിച്ചിട്ടും ഉണക്കാനിട്ട് കട്ടിലിന്റെ കാലൊന്നും എൻ്റെ കാലിലും തട്ടിയിട്ടോ. അങ്ങനെ അത് കുറച്ച് നേരം റെസ്റ്റ് ആയിട്ടോ. പിന്നെ അതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ ചായ കുടിച്ചത്. ചായ കുടിയൊക്കെ കഴിഞ്ഞത് വീണ്ടും ഞങ്ങളുടെ പണി ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ഉള്ള അലമാരയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള എല്ലാ തുണികളും കൊണ്ടുപോയിട്ട് ഇനി ആ അലമാരയിൽ കൊണ്ടുപോയി അടുക്കി പെറുക്കി വെക്കണം കേട്ടോ. മക്കളിതാ ഫോണും കണ്ടിട്ട് അതാ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ. അങ്ങനെ ഒരു വിധം പണിയൊക്കെ ഒരുങ്ങി ഇങ്ങനെ വരിക. ഇനിയിപ്പോൾ അടിച്ചു വാരിയിട്ടില്ല കേട്ടോ, അടിച്ചു വാരണം. ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര തിരക്കായിരുന്നു, പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അമ്മ അവിടെ ക്ഷീണിച്ചൊരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് അത്രയും തിരക്കായിരുന്നു. കാരണം രാവിലെ കണ്ണുനുള്ളി തുറന്ന് ആ സമയം തൊട്ടിട്ട് ഈ നിമിഷം വരെ കേട്ടോ നമുക്കൊരു ഒഴിവേ ഉണ്ടായില്ല. സന്ധ്യ ആയിട്ട് എന്നാണെങ്കിൽ നല്ല മഴയും പെയ്തു തോന്നുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് ചോറ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും ഒരു നാഴി അരി അടുപ്പത്തിടാലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതാ അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ച് തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് തിളച്ച് വരണം. അപ്പോഴും പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ തുണികൾ ഫുള്ള് അടുക്കി പെറുക്കി വെച്ച് ഒന്നും ആയിട്ടില്ല. കാരണം ഓരോരുത്തരുടെ തുണികൾ അമ്മയുടെയും ഇപ്പോൾ ഞാനിവിടെ ഉള്ളതുകൊണ്ട് എൻ്റെയും കുട്ടിയുടെയും കൂടി തുണികളൊക്കെ വേറെ വേറെ വെക്കണം. അപ്പോൾ അതവിടെ അനിയത്തി അവിടെ അടുക്കി പെറുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ അരി അടുപ്പത്തിട്ടു. അമ്മയ്ക്കാണെങ്കിൽ വയ്യാറിൻ്റെ ഒരു ഭാഗത്ത് അമ്മ ഇരിക്കുന്നുണ്ടേ. അങ്ങനെ ഇനി എന്തായാലും കുറച്ച് ചായയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, ഞങ്ങൾ നേരത്തെ കുടിച്ച ചായ. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് ചൂടാക്കിയിട്ട് അത് കുടിക്കാലാന്നൊക്കെ വിചാരിച്ചു. കാരണം നല്ല വിശപ്പ് കിട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുനിയലും നിവരലും അടിക്കലും കോരലും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. മക്കൾ അതിൻ്റെ ഇടയിൽ വാശി പിടിക്കലും അങ്ങനെയായിട്ട് അതൊരു വഴിക്ക് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇളയച്ചൻ വരും. അപ്പോൾ കുറച്ച് ചോറ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ചോറ് വെക്കാലോന്നൊക്കെ വിചാരിച്ചു. പിന്നെ രാവിലത്തെ ചോറ് എന്തായാലും തിളപ്പിച്ചൂറ്റും ചെയ്യതിൻ്റെ കൂടെ എന്ന് വിചാരിച്ചു. എന്നാൽ ചൂടോടെ കഴിക്കാമല്ലോ മഴയുള്ളത് കൊണ്ടേ. അപ്പോൾ അങ്ങനെ ഞാനെന്തായാലും ചായയൊക്കെ ചൂടാക്കി ഇനിയിപ്പോൾ എന്തായാലും അതൊന്ന് കുടിക്കട്ടെ കേട്ടോ. ഇളയച്ചൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക്. അപ്പോൾ അങ്ങനെ അവൻ കൊണ്ടുവന്ന് കുറച്ച് മുട്ട മിച്ചറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഏട്ടൻ വന്നപ്പോൾ കുറച്ച് ഉണ്ണിയപ്പത്തിൻ്റെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അത് കൂട്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിച്ചത് കേട്ടോ. അപ്പോൾ ഇളയച്ചൻ വന്നപ്പോൾ മിച്ചറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് ഞാൻ പിന്നെ അപ്പോഴത്തേനും സമയം 10 മണി ആവാനായിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഓരോരുത്തർക്ക് പോയിട്ട് കുളിച്ചിട്ട് വേണം ഭക്ഷണം കഴിച്ച് കിടക്കാനൊക്കെ കേട്ടോ. കുട്ടികളൊക്കെ കളിപ്പിച്ചുകൊണ്ട് ഇളയച്ചൻ നടക്കുന്നുണ്ട്. അവന് കുളിയൊക്കെ കഴിഞ്ഞ് അവന് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടു അനിയത്തി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി മക്കളെ കുളിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരൊക്കെ പാട്ടിലും ചൂട്ടിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരാൾ ഉറങ്ങിയിട്ടുണ്ട്, അപ്പുറത്തെ റൂമിൽ കിടക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞാറ്റ ഉറങ്ങിയിട്ടില്ല, കുഞ്ഞാറ്റ അധികം കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇളയച്ചന് 2 മക്കളെ ഇതിനിടയ്ക്ക് താഴത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് തിരക്കായിരുന്നു കേട്ടോ. ഒരു ഒഴിവുണ്ടായിട്ടില്ല ഞങ്ങൾക്ക് 3 ആൾക്ക് കേട്ടോ. ഈ മക്കളോട്
മല്ലിക്കട്ടലും വീട്ടിലത്തെ പണി എല്ലാം കൂടി ആയിട്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ദിവസം ഉണ്ടായിട്ടില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലത്തെ പണികളല്ലേ എടുക്കുന്നത്. അങ്ങനെ ഇതാ എല്ലാവരും ഓരോരുത്തർ ഇതാ കുളിച്ച് ഒക്കെ വന്നു. ഇതാ അനിയനിതാ താഴത്തൊക്കെ മക്കളെ കൊണ്ടുപോയിട്ട് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ വന്ന് ഓരോരുത്തർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത